അതായത് ഈ ഒരു പ്രത്യേക സമുദായം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഈ സമുദായം നിലനിൽക്കുന്നു. നമുക്ക് മുറിവുകളുണ്ടാവാം, പരാജയ ഭീതി ഉണ്ടാവാം. പക്ഷേ ജ്ഞാനായ രക്തത്തിൽ അണിഞ്ഞു ചേർന്നിരിക്കുന്നത് പതറാത്ത വിശ്വാസമാണ്. നമ്മുടെ പൂർവികർ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് കപ്പലിന്റെ കരുത്തുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ പിടിച്ചിരിക്കുന്ന തനിമയുടെയും വിശ്വാസത്തിന്റെയും കരുത്തുകൊണ്ടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുകയല്ല, മറിച്ച് ഉറച്ചു നിൽക്കുകയാണ് ജ്ഞാനായ പാരമ്പര്യം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, സ്നേഹം നിറഞ്ഞ ജ്ഞാനായ യുവജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. സ്വവംശ വിഭാഗ നിഷ്ഠ പാലിച്ചുകൊണ്ടിരുന്ന തെക്കും ഭാഗ ജനതയ്ക്ക് വേണ്ടി സ്ഥാപിതമായ വികാരിയത്ത്, അത് രൂപതയും അതിരൂപതയുമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി, ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിൽ ജ്ഞാനായ മിഷനും, ഷിക്കാഗോയിലും കാനഡയിലും UK-യിലുമൊക്കെ ജ്ഞാനായ മിഷനുകൾ സ്ഥാപിച്ച് ഇന്ന് വളരെ സജീവമായി, അതേപോലെ തന്നെ ജ്ഞാനായ മിഷൻ സ്ഥാപിതമാകുന്നതിന് മുൻപ് ജ്ഞാനായ അസോസിയേഷനുകളിലൂടെ നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തമായി അന്നും ഇന്നും ഒരത്ഭുതം പോലെ തുടർന്നു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എന്നെ വിശേഷിപ്പിച്ചത് ഒരു അതിഥിയായിട്ടാണ്, മറിച്ച് ഞാനതിനോട് പ്രതികരിക്കുന്നത് ഞാനൊരു അതിഥിയല്ല, ഞാനൊരു വീട്ടുകാരനാണ്. അപ്പോ ആ ഒരു വീട്ടുകാരൻ എന്ന നിലയിലാണ് ഇന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അതിരൂപത നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്ന് പരാമർശിക്കണമെന്ന് ബന്ധപ്പെട്ട സംഘാടകർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുതന്നെ ഞാൻ ആദ്യം നിർവഹിച്ചിട്ട് പൊതുവായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയം നീണ്ടുപോയാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കൺവെൻഷന്റെ വിജയം ചരിത്രത്തിൽ ആദ്യമായി 1600ഓളം പേർ ഈ സിഡ്നിയിൽ വെച്ച് നടത്തുന്ന പൈതൃകം 2026 ശ്രീ ജോസ് എബ്രഹാമിന്റെയും ബേബി ജോസഫിന്റെയും ഇതിനു വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ച വിവിധ കമ്മിറ്റികളിലൂടെ, യൂണിറ്റുകളിലൂടെ എത്രയോ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മനോഹരമായ ജ്ഞാനായ പങ്കാളിത്തം കൂടുതലുള്ള ഈ കൺവെൻഷന് തിരിതെളിയുന്നത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അഭിയന്റെ മൂലകാട്ട് പിതാവിന്റെ സ്നേഹപൂർവമായ അന്വേഷണം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒപ്പം ഗീവർഗീസ് മാർ പിതാവിന്റെയും ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നമ്മള് മാർച്ച് മാസം 23-ാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ദോഷകരമാകുന്ന ഒരു വിധി നമുക്ക് ലഭിക്കുകയുണ്ടായ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. അത് അഭിമന്യ പിതാക്കന്മാരെ വേദനിപ്പിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി, ഈ ജനതയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ സഭാപരമായി വിളിക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്കതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കതിന് വേദനയുണ്ട്. ബഹുമാനപ്പെട്ട വൈദികര്
അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അത് അവര് ഈ വേദനയിൽ പങ്കുചേരുകയാണ്. നമ്മുടെ സമർപ്പിതരും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ള ജ്ഞാനായ മക്കളെ, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും വേദനയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആരുടെയെങ്കിലും വേദനയായി മാറ്റി നിർത്താവുന്നതല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സമുദായത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതാണ്. ഇതിന്റെ പൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് സഭയിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഈ വേദനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട. ഈ വേദന നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് ഇതിനെ നേരിടാം. അതിന് മനുഷ്യസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ദൈവത്തിന്റെ സഹായം നമുക്ക് നേടാം. അപ്പൊ ഈ വിധിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 1980-കളിൽ തുടങ്ങിയ ബിജു ഉതുപ്പ് കേസാണ്. അത് എത്രയൊപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക. 1980, ഇനി 2026. ആ കേസ് മറ്റു സമുദായത്തിൽപ്പെടുന്ന ആളുകളെ കൂടി തിരിച്ചെടുക്കണമെന്നുള്ള കോടതിയിലേക്കുള്ള നിയമ വ്യവഹാരങ്ങളായിരുന്നു. അതിനുള്ള മുൻസിഫ് കോടതിയിലുള്ള വിധി 1989-ലുണ്ടാവുന്നു. ആ വിധിയിലും തുടർന്ന് അതിനുശേഷമുള്ള അപ്പീല് ഡിസ്ട്രിക്ട് കോടതിയില്, ഹൈക്കോടതിയില്, ആ ഹൈക്കോടതിയിൽ നിന്നും നമുക്കെതിരായിട്ടുള്ള വിധി ലഭിച്ചപ്പോൾ, അതായത് മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിധി ലഭിച്ചപ്പോൾ സുപ്രീം കോടതി വരെ നമുക്ക് പോകേണ്ടി വന്നു. ആ സുപ്രീം കോടതിയിലെ അന്നത്തെ സീനിയർ അഭിഭാഷകനും പ്രഗത്ഭനുമായ ശ്രീ അഡ്വക്കേറ്റ് നരിമാന്റെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ റീസൺ കോടതി മുന്നിൽ അവതരിപ്പിച്ച് അത് ഹൈക്കോടതിയിലേക്ക് വീണ്ടും വിസ്താരത്തിനായിട്ട് മടക്കുകയാണ് ചെയ്തത്. അതാണ് ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഹൈക്കോടതി വരെ, സുപ്രീം കോടതി വരെ എത്തിയ ഒരു കോടതി വിധി എന്ന് പറയുന്നത്. അത് മുൻസിഫ് കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ ലഭിച്ച വിധി ജ്ഞാനായ നവീകരണ സമിതി കൊടുത്ത കേസിന്റെ വിധിയാണ്. ആ വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ശ്രീ ബിജു ഉതുപ്പ് കേസിൽ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഒരു വിധി, ഈ ഒരു കോടതി വ്യവഹാരം ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള കോടതി വിധി ആരംഭിക്കുന്നത് 1980-കളിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ നിന്ന് പരാജയപ്പെട്ടു. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അന്നും നമ്മൾ നൽകിയിട്ടുണ്ട്, ഇന്ന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് എൻഡോഗമി പാലിക്കുന്ന, സഭ പാലിക്കുന്ന ഒരു സമൂഹമാണെന്ന്, അത് നമ്മുടെ വികാരിയത്ത് സ്ഥാപിതമാകുന്ന സന്ദർഭത്തിൽ തന്നെ അത് അപേക്ഷയായിട്ട് റോമിൽ നൽകിയിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക വിഭാഗമാണ്. അവർക്ക് വേണ്ടി സ്ഥാപിതമാകണമെന്ന് രൂപത, അത് നല്ലതാണ്. അതോടൊപ്പം തന്നെ തെക്കും ഭാഗരം വടക്കും ഭാഗരമായിട്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നത ഒഴിവാക്കപ്പെടണം. അന്നത്തെ 3 പിതാക്കന്മാര് ഏകകണ്ഠമായി സഭയോട് അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് 1911 വിശുദ്ധ പത്താംബിയസ് മാർപ്പാപ്പ തെക്കും ഭാഗത്ത് മാത്രമായിട്ട് ഒരു വികാരിയത്ത് നൽകിയത്. ആ വികാരിയത്ത് നൽകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അത് മറ്റൊരു രൂപതയായിട്ട് നിലനിന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേ എന്തുകൊണ്ട് തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടി മാത്രമായി ഒരു രൂപത സഭയിൽ നിന്നും അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓർക്കണം. നമ്മൾ കൊടുത്ത അപേക്ഷ ഇതൊരു പ്രത്യേക വിഭാഗമായിട്ട് നിൽക്കുന്നു, രണ്ടോഗമി പാലിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ള അപേക്ഷ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സഭയിൽ നിന്ന് മാർപ്പാപ്പ നമുക്ക് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു വികാരിയത്വം നമുക്ക് നൽകിയത്. അതിന്റെ രേഖകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ റോമിൽ നിന്നും അനുവാദം ലഭിക്കുമ്പോൾ പേപ്പർ ബുള്ള് ഈ ഓരോ രൂപതയും സ്ഥാപിതമാകുമ്പോൾ മാർപ്പാപ്പയിൽ നിന്ന് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖയാണ്. അതിൽ മാർപ്പാപ്പ ഈ തെക്കുംഭാഗ വിഭാഗത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, അന്ന് മാർക്കിൽ പിതാവ് ഈ തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടി ഈ ഒരു വികാരിയായിട്ട് സ്ഥാപിതം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ അന്ന് കൊടുത്തിരിക്കുന്ന കാര്യം പ്രധാനമായിട്ടും ഇത് മറ്റുള്ള സമുദായങ്ങളുമായി വിവാഹത്തിന്റെ കെട്ടുപാടുകളില്ലാത്ത ഒരു സമൂഹമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കും പ്രശ്നമില്ല, ആരും പോകുന്ന വിഷയമില്ല. അപ്പോൾ സഭയ്ക്ക് എന്താണ് പ്രശ്നം? സമുദായം എൻഡോഗമി പാലിക്കുന്നത് കൊണ്ട്, ആരും പുറത്തു പോകുന്നത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ റോമൻ അനുവദിച്ചു തന്നു. എന്നാൽ 1960 മുതൽ ആ കാലഘട്ടത്തിനോടടുത്ത് നമ്മൾ പറഞ്ഞു ഇതൊരിക്കലും മറ്റുള്ളവരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുത്താത്ത, കെട്ടുപാടുകളില്ലാത്ത ഒരു സമൂഹമാണെന്ന് പറഞ്ഞത് നമ്മൾ തന്നെ അതിലല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിവാഹം പുറത്തുനിന്ന്, ഈ സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം നടത്തുന്ന രീതികളൊക്കെ വരുന്നു. അപ്പോൾ മറ്റൊരു രൂപതയിൽ ഒരു അജപാലനപരമായിട്ടുള്ള സമീപനം നമ്മൾ നടത്തേണ്ടി വന്നു, ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരുന്നു. അവരിൽ നിന്ന് ഒരു കത്തുകൂരം നമ്മൾ വാങ്ങുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാസ്റ്റർ അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ മറ്റൊരു രൂപതയുടെ ഭാഗമാക്കുന്നു. ഇതാണ് നടന്നു കൊണ്ടുവന്നിരുന്ന രീതി. അപ്പൊ നമ്മളിപ്പോ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പുറത്താക്കണം, എൻഡോഗമി, ഞങ്ങളൊരു കത്ത് തരുന്നുണ്ട്, അത് നിർബന്ധിച്ചല്ല നമ്മൾ കത്ത് തരുന്നത്, വാങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കോടതി കാണുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡയറക്റ്റ് ആയി ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ, ഒരു പുറത്താക്കൽ, ഒരു അത് നടക്കുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അപ്പോ അതാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നിരീക്ഷണം. എല്ലാ വിജയോദക കേസില്, മറ്റു പറയുന്ന നവീകരണ കേസില് ഇത് നിങ്ങൾ പുറത്താക്കുന്നത് സഭയിൽ അനുവദിക്കുന്ന കാര്യമല്ല, സഭയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പേപ്പർ ബുള്ളില് ഇതിൻ്റെ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നതും നമ്മൾ അതിന് മുൻപ് കൊടുത്ത രേഖകൾ കോടതിയുടെ അറിവിനായിട്ട് പരിശോധിക്കാനായിട്ട് നൽകിയതും അതൊക്കെ എന്നുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. അപ്പോ ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ട്. ജ്ഞാനായ സമുദായത്തിന്റെ ഈ കോടതിയിൽ, ജില്ലാ കോടതിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു പ്രത്യേക റിലീജിയസ് ഡിനോമിനേഷനായിട്ട് ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ സ്പെഷ്യൽ പ്രിവിലേജ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നത് അത് ഒഴിവാക്കി, പുറത്താക്കുമെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു പുറത്താക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ പറയുന്നുണ്ട്. സാമൂഹ്യ വ്യവസ്ഥിതി, വ്യക്തി സ്വാതന്ത്ര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സഭയുടെ നിയമങ്ങൾ, ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ. ഒരാൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അവസാനമുണ്ടായിരുന്ന കോടതി വിധിയിലും പട്ടോടിയുമായിട്ട് ഇടവകയിലെ ഒരു ബന്ധപ്പെട്ട വ്യക്തി പോകുന്ന അവസരത്തിൽ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മളെടുത്ത നിലപാടെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ വെച്ച് വിവാഹം ആശീർവദിക്കുകയില്ല, നൽകുകയില്ല എന്ന നിലപാട് സമുദായത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു നിലപാടെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ, ജ്ഞാനായ സമുദായത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കോടതി അതൊന്നും കാണുന്നില്ല. ജ്ഞാനായ യാക്കോബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പോലും കോടതി വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് നടത്തിയത്. കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അവരെ എടുക്കാമെങ്കിൽ, മറ്റുള്ളവരെ എടുക്കാമെങ്കിൽ, എന്നുകൊണ്ട് ഇവരെ എടുത്തുകൂടാ എന്നുള്ളതാണ്. നമ്മൾ കൊടുത്തത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞത് ജ്ഞാനായ യാക്കോബായ വിഭാഗം അവരെ എൻഡോഗമി പാലിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് അവരുമായി വിവാഹബന്ധം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയില്ല. ഇതാണ് നമ്മൾ കൊടുത്തതെങ്കിലും കോടതി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. എല്ലാ സഭകളും ഒന്നാണ്, അങ്ങനെയുള്ള എല്ലാ സഭകളും ഒന്നാണ് എന്നുള്ള ഒരു കാര്യം, ഇത് റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഈ വ്യക്തി സ്വാതന്ത്ര്യം പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടുകളെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ കോടതി വിധി ഉണ്ടായത്. നിങ്ങൾ കേൾക്കുന്നത് പോലെ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് ദയവായിട്ട് പറയരുത്. കാരണം വിജുബുദ്ധ കേസിലും തുടർന്ന് വന്ന നവീകരണ സമിതി കേസിലുമെല്ലാം ബന്ധപ്പെട്ട നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള
കോട്ടയം രൂപതയിൽ സഭയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ മാനുവൽ ഉൾപ്പെടെയുള്ള ചരിത്ര രേഖകളും ജഡോഗമി പാലിക്കുന്ന ഒരു സമൂഹമാണ്. ഈ കോടതിയിൽ പ്ലീ കൊടുത്ത ആളുകൾ, നവീകരണ സമിതിയിലെ ആളുകൾ, ഇരുപതിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ അവരുടെ നിലപാടെന്ന് പറയുന്നത് ജഡോഗമി സമുദായത്തിൽ പാലിക്കുന്നതിന് അവർക്കാർക്കും ഒരാക്ഷേപം ഒരു കോടതിയോട് പറഞ്ഞിട്ടില്ല, കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സമൂഹവും കോടതിയിലോ വ്യവഹാരങ്ങളിലോ സമുദായം എൻഡോഗമി പാലിക്കുന്നതിനും സഭയൊന്നും എതിര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള മാറിപ്പോകുന്നതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതിനെ ഒരു നിർബന്ധമായി കോടതി കരുതുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം, മറ്റൊന്നുമല്ല. അത് സമർത്ഥിക്കാനായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ശബരിമല കേസ് നടക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കോടതി പലപ്പോഴും അതിനകത്ത് തീരുമാനങ്ങൾ പറയുന്നു. പക്ഷെ ഒരു പൊതുതത്വം എന്ന നിലയിൽ ഇങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ കോടതിയല്ല, മറിച്ച് സഭയാണ്, മതമാണ് തീരുമാനമെടുക്കേണ്ടത്. ആ മതത്തിന്റെ ലോജിക്ക്, ആ മതത്തിന്റെ വിശ്വാസം, അത് കോടതിക്കപ്പുറത്ത് ആ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മതം കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ്, മതത്തിലാണ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി അതുപോലെയുള്ള വിധികളുമൊക്കെ അതിന്റെ വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ഹൈക്കോടതി വിധിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിധി വന്നതിന് ശേഷം ഞങ്ങൾ എത്രയോ മൂലക്കാട് പിതാവിന്റെ നേതൃത്വത്തിൽ വക്കീലന്മാര്, അഭിഭാഷകരുമായിട്ട് കോട്ടയം അതിരൂപതയുടെ മാത്രമല്ല മറ്റു വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരോട് നമ്മൾ സംസാരിച്ചു. നമ്മുടെ കേസ് ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ച കൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിൽ, പ്രസ്ബിറ്റർ കൗൺസിൽ, വൈദികരുടെ സമിതികളുടെ സംയുക്തമായ ലക്ഷ്യങ്ങൾ നേടിയിരുന്നു. ഗ്ലോബലായിട്ട് KCCA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KCCA പ്രസിഡന്റ്, മിഡിൽ ഈസ്റ്റ് ചെയർമാൻ, UKKC പ്രസിഡന്റ് മുതലായവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഓൺലൈനിൽ. അതുപോലെ തന്നെ വൈദികരുടെ 2 മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു, സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് സംഘടിപ്പിച്ചു. KCC, KCW, KCBന്റെ എക്സിക്യൂട്ടീവ് സംയുക്തമായിട്ട് എന്റെ അധ്യക്ഷതയിൽ ചൈതന്യയിൽ വെച്ച് നടത്തി. അതുപോലെ തന്നെ ലീഗൽ സെറ്റിന്റെ എക്സ്റ്റൻഡഡ് മീറ്റിങ്ങുകൾ നമ്മൾ നടത്തി. നമുക്ക് അതേ തുടർന്ന് വൈദികരുടെ മീറ്റിങ്ങിലും മറ്റു മീറ്റിങ്ങുകളിലും ലഭിച്ച ചോദ്യങ്ങളൊക്കെ ആളുകളുടെ അറിവിലേക്കായിട്ട് നൽകാനായിട്ടുള്ള നോട്ടുകൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. KCC താമസിയാതെ ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോ വിഷ്വലായിട്ട് അതിന്റെ സംശയങ്ങൾ ഉൾപ്പെടെയുള്ളത് നൽകാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, വ്യക്തമായിട്ടുള്ള മറുപടികൾ അധികം താമസിയാതെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യുന്നത്. ഇനിയുള്ളത് സുപ്രീം കോടതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളാരും വളരെ തന്നെ നിരാശയിൽ ഇല്ലാതെന്ന് പോകുന്നു എന്ന് വിചാരിക്കരുത്. ഏറ്റവും പരമോന്നത കൂടി നമ്മൾ ഈ കേസ് ജില്ലാ കോടതിയിൽ വെച്ച് ഒരിക്കലും അവസാനിക്കില്ല. ആര് തോൽക്കുന്നോ അവർ സുപ്രീം കോടതി വരെ പോകും. ഇതാണ് ഈ കേസിന്റെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. ആര് തോറ്റാലും അവർ സുപ്രീം കോടതി വരെ പോകും. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴേ ഉള്ളൂ ഇതിന് നൈയാമികമായിട്ടുള്ള അവിടുത്തെ തീരുമാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കവയത്ത് സുപ്രീം കോടതിയിൽ, അതായത് മറ്റുള്ളവര് കൂടുതൽ പേര് കക്ഷി ചേർന്ന് നമ്മൾ അറിയാതെ പോകുന്ന സ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള ആദ്യത്തെ നടപടികൾ നമ്മൾ എടുത്തു. അതുപോലെ തന്നെ SLP സ്പെഷ്യലി പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നൽകുമ്പോൾ അതിനുള്ള ഇന്ത്യയിലെ സുപ്രീം കോടതിയിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് പോവുകയാണ്. 90 ദിവസത്തിനുള്ളിലാണ് നമ്മൾ SLP ഫയൽ ചെയ്യേണ്ടത്. സമയമായിട്ടില്ല. അപ്പോൾ അവരുടെ ലിസ്റ്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ അഭിഭാഷകരോടും ചിലരോട് നമ്മൾ വ്യക്തിപരമായി, ചിലരോട് കൂട്ടായിട്ട് നമ്മൾ സംസാരിച്ച് ആ ലിസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ സേവനം സുപ്രീം കോടതിയിൽ, അങ്ങനെയാണ് വിജൂതുപര കേസ് അഡ്വക്കേറ്റ് നരിമാനിലൂടെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ SLP അവിടെ ഫയൽ ചെയ്യും. അഡ്വക്കേറ്റ് റെക്കോർഡ് നമ്മളുള്ള
വക്കീലന്മാരെ നമ്മൾ തേടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് സമയബന്ധിതമായി നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇനി ആരാണ് വളരെ എല്ലാവരും ഇതൊരു കോടതി വിധിയാണ്, അതുകൊണ്ട് എല്ലാവരും രൂപതയിലേക്ക് തിരിച്ചു കയറും, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അത് കോടതിയിൽ തന്നെ നമ്മുടെ വക്കീല് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ഇത് സഭയിൽ വലിയ കെയോസ് ഉണ്ടാക്കും. ഞാനായ സമുദായത്തിന് കോട്ടയം അതിരൂപതയിലോ മാത്രമല്ല ഇത് പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. ഇത് സീറോ മലബാർ സഭയിൽ നിന്ന് വ്യത്യസ്ത സമുദായത്തിൽപ്പെടുന്ന ആളുകളിൽ എല്ലാം വലിയ കെയോസ്, കൂടുതൽ ആളുകൾ വരും, വലിയ ബുദ്ധിമുട്ടുകൾ സഭയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓൾറെഡി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. നമ്മുടെ ഈ ആലോചനകൾ, ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് അത് നമ്മൾ മുന്നോട്ട് പോകും. സുപ്രീം കോടതിയിൽ ഈ കേസ് നമുക്ക് ജയിക്കണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന് സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ദൈവത്തിന്റെ നമ്മൾ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഓർക്കുക, എല്ലാ ഭാഗത്തു നിന്നും ഈ രാജ്യത്തെ ആക്രമിക്കാനും യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാനും ചരിത്രത്തിൽ എന്നും വലിയ വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജനത ഒറ്റക്കെട്ടായി എന്നും അതിനെ എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. അഭിനന്ദ മൂലക്കാട് പിതാവിനോട് ചേർന്ന് 20 വർഷക്കാലം ഞാൻ അഭിമന്യ പിതാവിനോട് ചേർന്ന് സഹായപുത്രനായി പ്രവർത്തിക്കുന്ന ആളാണ്. സഭയുടെ കാര്യങ്ങൾ സീറോ മലബാർ സഭയുടെ വത്തിക്കാനില് പിതാവ് നടത്തിയ പരിശ്രമങ്ങൾ എനിക്കറിയാം. നിങ്ങളെക്കാളൊക്കെ അത് വളരെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല പിതാവ് ഒരു കാര്യത്തിലും നമ്മുടെ കാര്യത്തിൽ ഇടപെടാതെ, മറിച്ച് നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, അതിന്റെ എക്സ്റ്റൻഷന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നാളിതുവരെയും അഭിനന്ദനക്കാട്ട് ചെയ്യാൻ പിതാവ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ ബോധ്യത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ, നിരാശപ്പെടാതെ നമുക്ക് പോകേണ്ട സാഹചര്യത്തിലൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഈ കൊറോണ കാലത്ത് നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കൊറോണ കാലം നമ്മൾ അതിനെ അതിജീവിച്ചില്ലേ. 345 കാലം എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളായിരുന്നു. ഈ രാജ്യത്തെ കുറിച്ച് ഒരു അറിവില്ലായ്മ കൊടുങ്ങല്ലൂരിലേക്ക് രാജ്യത്വമായി മുറഹാമറയിസും 7 ഇടങ്ങളിൽ നിന്ന് 72 കുടുംബങ്ങളിൽ നിന്ന് 400ഓളം വൈദികരും ശമാശമാരും അന്മായ സഹോദരങ്ങളും കൊടുങ്ങല്ലൂർ വന്നപ്പോൾ എന്ത് സാഹസികമായ യാത്രയാണ് അവർ നടത്തിയത്. എത്ര പേരാണ് മരിച്ചിട്ടുള്ളത് ഈ മിച്ചമില്. ഇന്നത് ഓഷ്യാനയിൽ, അമേരിക്കയില്, യൂറോപ്പില്, കാനഡയില്, ലോകത്തിന്റെ നാനാഭാഗങ്ങളില്. അപ്പൊ ഒരിക്കലും ഇത് ദൈവനിശ്ചയമാണ്. അതായത് ഈ ഒരു പ്രത്യേക സമുദായം ഇവിടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഈ സമുദായം നിലനിൽക്കും. കാരണം അത് ദൈവനിശ്ചയമാണ്. അപ്പോൾ ആ ദൈവനിശ്ചയമായ ഈ സമുദായം ഒന്നിച്ചു ചെല്ലുമെന്നാണ് ഇതിനോട് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ, ദൈവനിശ്ചയമാണ്. നമ്മൾ ഒരുമിച്ച് ചെല്ലണം. ഈ സമുദായത്തെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ പ്രതിസന്ധിയുടെ സമയത്ത് പതറിപ്പോകാതെ കൈകോർത്ത് പിടിച്ച് മുന്നേറാനുള്ള വിളിയാണ് സമുദായത്തിലെ അഭിനപിതാക്കന്മാർക്കും വൈദികർക്കും അൽമായർക്കും യുവതീവാക്യന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ഒരു മനസ്സായി പ്രിയമുള്ളവരെ നമ്മൾ നീങ്ങണം. ഒരു പെൻഗിൻ പോലും വഴിയിൽ തടർന്നു പോകാതെ കൂട്ടം ചേർന്ന് അവരുടെ കൂടുകളിൽ എത്തുന്നത് പോലെ നമ്മുടെ സമുദായത്തിലെ അവസാന വ്യക്തിയെയും ചേർത്ത് പിടിച്ച് നമുക്ക് ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കാം. മനുഷ്യർ നൽകുന്ന വിധികൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറം നമ്മുടെ പിതാവായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. പരിഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വാക്കുകൾ നമ്മുടെ ആത്മധൈര്യമാകട്ടെ. പുരാതന കാലം തൊട്ട് എത്രയോ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ജ്ഞാനായ പാരമ്പര്യം ഇന്ന് കാണുന്ന തലമുറ വരെ എത്തി നിൽക്കുന്നത്. അന്നത്തെ പ്രതിസന്ധികളെ കടന്നു പോകാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചെങ്കിൽ പ്രാർത്ഥനയിലൂടെയും ഐക്യത്തിലൂടെയും
ഈ പരീക്ഷണത്തെയും നാം മറികടക്കും. നമുക്ക് മുറിവുകൾ ഉണ്ടാവാം, പരാജയ ഭീതി ഉണ്ടാവാം. പക്ഷേ ജ്ഞാനായ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പതറാത്ത വിശ്വാസമാണ്. പെൻഗിനുകൾ സന്ധ്യാസമയത്ത് ഒരു വലിയ പരേഡായി തങ്ങളുടെ കൂടുകളിലേക്ക് സുരക്ഷിതരായി എത്തുന്നത് പോലെ നാം ഒരുമിച്ച് പ്രത്യാശയോടെ മുന്നേറണം. നമ്മുടെ സമുദായത്തിന്റെ അടിത്തറ തന്നെ ഒരു വലിയ അതിജീവനത്തിന്റെ കഥയാണ്. നായിത്തോമായുടെയും ഉറദാമ റൈസേറ്റിന്റെയും നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ കടൽ കടന്നത് വെറുമൊരു യാത്രയായിരുന്നില്ല. അതൊരു വിശ്വാസ പൈതൃകത്തിന്റെയും തനിമയുടെയും വിശ്വാസം സംരക്ഷിക്കുവാനുള്ള വലിയ ഒരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു, ഒരു പോരാട്ടമായിരുന്നു. അന്ന് ആഴക്കടലിലെ തിരമാലകളെക്കാൾ വലിയ പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പ്രത്യാശ കൈവിടാതെ അവർ മുന്നേറി. ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികളും ആ വലിയ ചരിത്രത്തിന്റെ മുന്നിൽ ചെറുതാണ്. ഒരു ജനതയെ തറക്കാൻ ഒരു വിധി പ്രസ്താവനയ്ക്കും കഴിയില്ലെന്ന് ബാബിലോണിൽ നിന്ന് തിരികെ വന്ന ഇസ്രായേൽ ജനം തെളിയിച്ചു. തകർച്ചയുടെ കാലം ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള സമയമാണ്. നിയമങ്ങളും സാഹചര്യങ്ങളും നമുക്കെതിരാകുമ്പോൾ വിട്ടുകൊടുക്കാതെ ഒരുമിച്ച് പോരാടിയാൽ നഷ്ടപ്പെട്ടവയെല്ലാം നമുക്ക് തിരികെ പിടിക്കാം. നമ്മുടെ പൂർവികർ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് കപ്പലിന്റെ കരുത്തുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ പിടിച്ചിരിക്കുന്ന തനിമയുടെയും വിശ്വാസത്തിന്റെയും കരുത്തുകൊണ്ടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുകയല്ല, മറിച്ച് ഉറച്ചു നിൽക്കുകയാണ് ജ്ഞാനായ പാരമ്പര്യം. കടൽ പിളർന്നത് മോശയ്ക്ക് വേണ്ടിയാണെങ്കിൽ ചരിത്രത്തിലെ ഓരോ കടമകളും കടക്കാൻ നമുക്കും ദൈവം വഴിയൊരുക്കും. നമ്മുടെ തനിമ നമ്മുടെ അവകാശമാണ്. അത് സംരക്ഷിക്കാനുള്ള പോരാട്ടം സമാധാനപരവും എന്നാൽ ദൃഢവുമായിരിക്കണം.